അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഫസ്റ്റ് ലോഡ് എടുത്തിട്ട് അമ്പത്തൂർ പോവാണ്. ഏതാണ്ട് കുറച്ച് ദൂരമുണ്ട്. അമ്പത്തൂർ പോയിട്ട് നമുക്ക് വാണകരം പോയിട്ട് എന്നിട്ട് നമുക്ക് അമ്പത്തൂർ പോവാം. ഇത് കാസി തിയേറ്ററാണ്. അശോക് നഗർ മെട്രോ. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് വിരുഗമ്പാക്കം എത്തി. അവർ നമ്മൾ ഇടവഴിയിലേക്ക് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വാണകരം പോയിട്ട് അവിടെ നിന്ന് വേറെ തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് പോകണം. അമ്പത്തൂർ. വെള്ളിയാഴ്ചയാണ്. നിങ്ങൾ ഈ വീഡിയോ എന്നാ കാണാമെന്നറിയില്ല കേട്ടോ, സോറി. അപ്പോൾ നമ്മൾ ഇറക്കുന്ന സ്ഥലത്തേക്ക് ഏതാണ്ട് എത്തി. അപ്പോൾ ഇത് പോയിട്ട് ഇറക്കിയിട്ട് നമുക്ക് അടുത്ത ലോഡ് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത ലോഡ് ബുക്കായിട്ടുണ്ട്. അടുത്ത ലോഡ് നമുക്ക് അമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അമ്പത്തൂർ ഞാനൊന്ന് അമർത്തി, സോറി. അപ്പോൾ അമ്പത്തൂരിൽ നിന്ന് നമുക്ക് പോകേണ്ടത് ഇവിടെ മുഖപ്പേർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇപ്പോൾ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞു. ലോഡൊക്കെ കയറ്റി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അയ്യമ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഒരു 3.5 കിലോമീറ്ററും കൂടി ഉണ്ട്. ഇപ്പം നമ്മൾ മെയിൻ റോഡിൽ കയറും. അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ കയറി ഇനി ഒരു 1 കിലോമീറ്റർ പോയിട്ട് നമുക്ക് റൈറ്റ് എടുത്ത് പോകാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് റൈറ്റ് എടുത്ത് ഇറക്കേണ്ട സ്ഥലം ആകെ ഒരു 1 കിലോമീറ്ററും കൂടി ഇല്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ കൊണ്ടുപോയി ഇറക്കിയിട്ട് ഇനി അടുത്ത ലോഡ് കയറ്റാൻ നോക്കാം. ഇവിടെ ആ റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിത് അടുത്ത ലോഡ് കയറ്റാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ലോഡ് നമുക്ക് ഇറക്കേണ്ടത് ഒറകടം എന്ന് പറഞ്ഞ ശ്രീപെരുമ്പത്തൂർ. ഇവിടുന്ന് ഏതാണ്ട് 40 കിലോമീറ്റർ ഉണ്ട്. സമയം ഉച്ചരയായിക്കൊണ്ടിരിക്കുന്നു. സമയം 12:45. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് എടുത്ത് പോകണം. ലെഫ്റ്റ് നമുക്ക് യു ടേൺ എടുക്കണം കേട്ടോ. യു ടേൺ എടുത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ നേരെ പോയി കഴിഞ്ഞാൽ മധുരവായിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ളിൽ ഇവിടുന്ന് യു ടേൺ എടുത്ത് അയ്യനമ്പാക്കം വഴിക്ക് തിരുവേർക്കാട് പോയി കയറി സിഗ്നലിൻ്റെ അവിടെ കയറി നമ്മൾ ചെന്നൈ ബാംഗ്ലൂർ ബൈപ്പാസിൽ കയറും. നമ്മൾ അയ്യമ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. നമ്മൾ തിരുവേർക്കാട് എത്താറാവണം. തിരുവേർക്കാട് സിഗ്നൽ. അപ്പോൾ അതിന് ചെന്നൈ ബാംഗ്ലൂർ ബൈപ്പാസിൽ വന്ന് കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഏതാണ്ട് 27 കിലോമീറ്റർ ഉണ്ട്. കാട്ടിക്കോട്ടെ റോഡൊക്കെ കഴിഞ്ഞ് സവിത കോളേജൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ പോവുകയാണെങ്കിൽ ടോൾ കൊടുക്കും. അപ്പോൾ ടോൾ ഒഴിവാക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വഴി കൂടെ ഒരു 3.5 കിലോമീറ്റർ നമ്മൾ ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. ബൈ. ഇവിടെ വലിയൊരു കോളേജും ഉണ്ട്, രാജലക്ഷ്മി മെഡിക്കൽ കോളേജ്. അപ്പോൾ തന്നെ നമ്മൾ കുണ്ടത്തൂർ ശ്രീപെരുമ്പത്തൂർ മെയിൻ റോഡിൽ വന്ന് കയറി നമ്മൾ ഇനി ഇവിടുന്ന് നമുക്ക് ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക് ഒരു 12 കിലോമീറ്റർ. അപ്പോൾ നമ്മളിത് ശ്രീപെരുമ്പത്തൂർ ബാംഗ്ലൂർ ബൈപ്പാസിൽ വീണ്ടും വന്ന് കയറി പിന്നെ കുറച്ച് ഒരു 5 കിലോമീറ്റർ നമുക്ക് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് എടുത്ത് പോകാം.
ബൈപ്പാസിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സർവീസ് റോഡിലേക്ക് ഇറങ്ങി. അപ്പോൾ ദേ ഇവിടെ നിന്നാണ് നമുക്ക് ലെഫ്റ്റ് എടുത്ത് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമ്മുടെ കമ്പനി, ഇറക്കേണ്ട കമ്പനി. അപ്പോൾ ഗൈസ് നമ്മൾ ആ കമ്പനിയിൽ നിന്ന് ഇറക്കിയൊക്കെ കഴിഞ്ഞു. അടുത്ത ലോഡ് കയറ്റാൻ വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വള്ളം എന്ന് പറഞ്ഞ സ്ഥലത്ത് അമ്പത്തൂരിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ലോഡ് എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നു. ലോഡൊക്കെ എടുത്ത് നമ്മൾ ബില്ല് റിസീവായി നമ്മൾ അമ്പത്തൂരിലേക്ക് ലക്ഷ്യം വെച്ച്. അമ്പത്തൂരിലേക്ക് ഇവിടെ നിന്ന് ഏതാണ്ട് 44 കിലോമീറ്റർ ഉണ്ട്. സമയം 4:15 ഉച്ചതിരിഞ്ഞ്. ഇനി നമ്മൾ വീണ്ടും ശ്രീപെരുമ്പത്തൂർ പോയി അവിടെ നിന്ന് നമ്മൾ കുണ്ടറത്തൂർ ബൈപ്പാസിൽ പോയി കുണ്ടറത്തൂർ മെയിൻ റോഡിൽ കയറി നമ്മൾ പോരൂർ വഴിക്കാണ് നമ്മൾ അമ്പത്തൂർ പോകുന്നത്. അപ്പോൾ നമ്മൾ കുണ്ടറത്തൂർ ശ്രീപെരുമ്പത്തൂർ മെയിൻ റോഡിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ കമ്പനിയിൽ നിന്ന് വിളി വന്നു. മെറ്റീരിയൽ കുറച്ച് അർജൻറ്റാണ്, വേഗം വരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ചായ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് കൊണ്ടുപോയി കൊടുക്കാം, അതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് നമ്മൾ കുണ്ടറത്തൂർ എത്തി. ആ കാണുന്നത് റിംഗ് റോഡ് ബൈപ്പാസാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് എടുത്ത് പോരൂർ വഴിക്ക് കയറണം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ റൈറ്റ് എടുത്ത് നേരെ പോരൂരാണ്. ഒറ്റ വഴി പോരൂർ. 12 കിലോമീറ്റർ. നമ്മൾ കോവൂരെത്തി. സമയം 5:20. അപ്പോൾ നമ്മളിത് പോരൂരെത്തി ഗൈസ്. MGR ഫ്ലൈ ഓവറാണ് ആ മുന്നിൽ കാണുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് എടുത്ത് പോകും. അപ്പോൾ ഈ റോഡ് ഇപ്പോൾ അടുത്ത് തുറന്നിട്ടുള്ളൂ. മെട്രോൻ്റെ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് ഈ റോഡ്, ഇങ്ങോട്ട് പോകുന്ന റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ മെട്രോൻ്റെ പണിയൊക്കെ ഹെവിയായി തന്നെ നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതേ നമ്മൾ മധുരവായിൽ ബൈപ്പാസിലേക്ക് കയറി. ഇനി ഇവിടെ നിന്ന് നമ്മുടെ കമ്പനിയിലേക്ക് ആകെ ഒരു 8 കിലോമീറ്റർ കൂടി ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് എടുത്ത് പോകണം. അപ്പം നമ്മൾ റൈറ്റ് തിരിഞ്ഞു. നമ്മുടെ കമ്പനിയിലേക്ക് ഇറക്കേണ്ട സ്ഥലത്തേക്ക് നമ്മൾ ഏതാണ്ട് എത്തി തുടങ്ങി. ഇവിടുന്ന് ഒരു ലെഫ്റ്റ് ഉണ്ട്. ഈ കാണുന്ന ലെഫ്റ്റ് തിരിഞ്ഞ് നമുക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ ആ ലോഡൊക്കെ ഇറക്കി നമ്മളിപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വാണകരം എത്തിയപ്പോൾ സമയം ഏതാണ്ട് 6:15 ആയിട്ടാണ്. ഇനി നമ്മൾ വെറുകമ്പാക്കം വഴി നമ്മൾ നമ്മുടെ കുടുംബത്തേക്ക് പോകും. പോണ വഴിക്ക് എന്തെങ്കിലും കഴിക്കണം, ചായ കുടിക്കാൻ എന്തെങ്കിലും പറ്റിയില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറുകമ്പാക്കം എത്തി. വെറുകമ്പാക്കത്തിൽ മെട്രോൻ്റെ വർക്കൊക്കെ ഈ വടപ്പഴനി പോരൂർ ലൈനാണിത്. അങ്ങനെ നമ്മൾ ഒരു ഷവർമ മേടിച്ച് നമ്മൾ വീട്ടിലേക്ക് വിട പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.